പോസ്റ്റ്നേറ്റലിന് ശേഷം നമുക്ക് വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്? ശാരീരിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് അതേ കണക്കിന് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലോ BPO അല്ലെങ്കിൽ ഹൈ BP വരാറുണ്ട്. ഡയബറ്റിക് വരാറുണ്ട്. മീൻസ് പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് കാണുന്നവർക്ക് ചിലപ്പം കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. അതേ കണക്ക് തന്നെ നീര്, കാൽമുട്ടിനൊക്കെ നീര് വരാം, ആങ്കിൾസിൽ നീര് വരാം. ചിലവർക്ക് എന്താ പറയുന്നത് സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ ചിലവർ ഭയങ്കര പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ പോലെയൊക്കെ വരാറുണ്ട്. ടെൻഷൻ, ഉറക്കക്കുറവ്, അങ്ങനെ പല രീതിക്കും സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പം മാം, ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവർക്ക് എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? നമുക്ക് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ ആയിട്ട് വരുവാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കൊരു ചെറിയ രീതിക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം, ബേബി ആയിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ തീവ്രമായിട്ടുള്ളതാണെങ്കിൽ അതൊരു സൈക്കോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് കുറച്ച് യോഗ പ്രാക്ടീസസ് കൊടുക്കാറുണ്ട്. പിന്നെ ഇന്റേണലായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇന്റേണൽ മെഡിക്കേഷൻസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ശിരോധാര പോലത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർക്ക് കുറച്ച് റിലാക്സിങ് ആയിട്ട് കൊടുക്കാറുണ്ട്.